ഹായ്ടാ, ഹായ് ഹായ് ഹായ്. അണ്ണാ പെരുന്നാൾ ഡ്രസ് എടുത്ത് തന്നില്ലല്ലോ. കണ്ടില്ലടാ, കണ്ടില്ല. ഒന്നും കൂടെ ടെക്സ്റ്റ് ചെയ്യും. ഞാനൊക്കെ പെരുന്നാളിന് തുണി എടുത്തു തരാം. നോക്കിപ്പോ എങ്ങനെയുണ്ട് നെക്ക് പെയിൻ? എടാ, നെക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തിരിക്കാൻ പറ്റത്തില്ല. എന്റെ ഇടത്തെ സൈഡിലോട്ടോ വലത്തെ സൈഡിലോട്ടോ തിരിക്കാൻ പറ്റത്തില്ല. അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. ക്യാം ഒന്ന് തുടയ്ക്കാവോ? പൊടിയുണ്ട്. ഒരു മിനിറ്റ്, ക്യാം ഒന്ന് തുടയ്ക്കട്ടെ. തുടച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ക്യാം ഇത്ര കിട്ടത്തുള്ളൂ. റിബലിന്റെ ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? എടാ, ഞാൻ പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് പോകുന്നതാണ്. അവനെ കണ്ട് ഒന്ന് കെട്ടിപ്പിടിച്ച് പിന്നെ അവന്റെ അരിഞ്ഞാണം കൊടുത്ത് പോകുന്നു. അന്ന് ഒരു പെട്ടിനെ വാങ്ങി കൂടെ ഒരു ഡോഗ് എന്തോ കഴിച്ചില്ലടാ. കഴിച്ച് 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 അന്ന് ഓണാക്കാമോ? എടാ, ഇന്നലെ ഇന്നലെ എടാ, ഈ അയൽക്കൂട്ടത്തിലെ അമ്മുമ്മമാരൊക്കെ എന്റെ ലൈവ് കാണുന്നുണ്ട്. ഇന്നലെ ഒരു ചെറുക്കൻ എനിക്ക് വീഡിയോ എടുത്ത് അയച്ചു തന്നപ്പോഴാണ് മനസ്സിലായത്. വലിയ ടി വിക്കകത്തൊക്കെ ഇരുന്ന് ഞാൻ ഞാൻ ജോക്കിമോനെയും ജോക്കിമോനെയും എന്നാണ് അവർ വിളിക്കുന്നത്. സന്തോഷമായി. നേ മാറ്റു അണ്ണു വൈറ്റിന് ലൈറ്റ് ഓൺ ആക്കാവോ? എന്റെ പൊന്നു മകളെ, എനിക്ക് ഈ പാതിരാത്രി മൊത്തം ഇടിയും മിന്നലോടെ ലൈറ്റും കൂടെ ഓൺ ആക്കിയിരിക്കാൻ ചേട്ടാ. ഞാൻ കഴക്കൂട്ടം ഷിഫ്റ്റ് ആയി. അവർ ആരും ലൈവ് ഇല്ലാത്തതുകൊണ്ട് സെഡ് ആണെന്നു. എന്റെ മുടി ഒത്തിരി വളർന്നു. നാളെ പോയി മുട്ട അടിച്ചാലോ ആലോചിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലടാ പിള്ളേരെ? എന്തൊക്കെയുണ്ട് വിശേഷം? എമ്പുരാൻ കണ്ട എല്ലാരും? എന്തിനാണ് ഒരു ഉറക്ക സ്ട്രീം? ഒരു ഉറക്കമാണ്, മൊത്തം ഉറക്കം വൈബാണ്. എനിക്ക് ഉറക്കം വൈബ്. ചേട്ടാ, ആ ഡിവാൾഡി നിങ്ങളായിരുന്നോ? ഡിവാൾഡിയാ? ഏത് ഡിവാൾഡി? ഞാൻ മുട്ട അടിച്ച കോമഡി ആയിരിക്കും. കറക്റ്റില്ല, മുട്ടയുടെ ഷേപ്പ് ആണെങ്കിൽ ഇരിക്കും. എന്റെ വീട്ടിലും ടി വി ആണെന്ന് ലൈവ് കാണുന്നുണ്ട്. സന്തോഷം. എനിക്ക് പെടല് തിരിക്കാൻ വയ്യടാ. അപ്പത് മോട്ടർ നോക്കാൻ വയ്യ. ഇവിടെ ആരും ഇല്ലേ? കണ്ടിട്ട് വന്ന് കേറിയേ ഉള്ളൂ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല വിജയുടെ ക്യാമിയ റോൾ. ആരും സ്പോയിലർ ഒന്നും പറയില്ല. ദൈവത്തെ ഓർത്ത്. എടാ, സ്പോയിലർ ഒന്നും ഇല്ലടാ അത്. ഞാൻ അങ്ങോട്ട് പറയുവാണെങ്കിൽ സ്പോയിലർ ഒന്നും ഇല്ലടാ. CSK തോറ്റാ? ഐഷൂട്ടാ, വെൽക്കം ടു ദി സ്ട്രീം. ബസ്കട്ട് അടിക്കൂ ഹെയർ. എന്നിട്ട് വേണം ബോബിനെ പോലെ നടക്കാൻ. ഇതൊക്കെ നിങ്ങളുടെ ഏതോ സെക്കൻഡ് ഔട്ട് ആണെന്ന് മെന്നെ പറഞ്ഞു. എന്റെ പൊന്ന് പിള്ളേരെ, ആ കിളവന് ഭ്രാന്താണ് ലിറ്ററലി. ഓരോരുത്തരത്ത് നിന്നിട്ട് ഓരോന്ന് പറയും. ഇതൊക്കെ നമ്മളെയൊക്കെ അറിയാവോ? സ്മഗ്ലർ റൈസ് ബ്രോ, എവിടെ എവിടെയാനു? എന്തെല്ലാം പരിപാടി? എന്നാ രാജുവേട്ടനെ വിളിച്ചോ? കോൺട്രവേഴ്സിയിൽ ആൾ അപ്സെറ്റ് ആണോ? ഞാൻ എന്റെ പൂർണ്ണ പിന്തുണ കൊടുത്തിട്ടുണ്ട്. സിനിമയായിട്ട് കാണാത്തവരൊന്നും നമ്മള് റിക്യൂം വി ഓൾറെഡി പ്രഡിക്റ്റഡ്. എന്റെ പൊന്നെ, ഇന്നലെ ഒരു സംഭവം ഉണ്ടായടാ. ഇന്നലെ ഒരു സൈബർ യുദ്ധമായിരുന്നു. ഞാൻ ഒരുത്തനുമായിട്ട് പോരാട്ടമായിരുന്നു. ഞാൻ പറയട്ടെ. HG ഗെയിമിംഗ് വൈറ്റി ഏട്ടൻ ഹായ് തരൂ. ഹായടാ, ഹായ് ഹായ് ഹായ്. അളകനന്റെ ഹായ് മോളെ, വെൽക്കം ടു സ്ട്രീം. നൈറ്റ് ഓക്കെ. എന്നാ വാച്ച് കളക്ഷൻ ഉണ്ടോ? എന്റെ ഒറ്റ വാച്ച് ഉള്ളടാ, ജി ഷോക്കിന്റെ ഒറ്റ വാച്ച്. എനിക്ക് വാച്ച് കളക്ഷൻ പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒക്കെ എവിടാന്ന് പോലും എനിക്ക് അറിഞ്ഞു. ഇന്നലെ ഒരു സൈബർ യുദ്ധമായിരുന്നു. ഇന്നലെ എനിക്ക് കമന്റ് ഇടുന്ന അസുഖം ഉണ്ടല്ലോ. അപ്പൊ ഇന്നലെ കൊക്ക് കൊക്കെന്ന് ഇല്ല, അശ്വിൻ കൊക്കില്ലേ, പുള്ളി റിവ്യൂ പറയുന്നത്. ആ പുള്ളി ആ പുള്ളിയുടെ റിവ്യൂവിനകത്ത് ലാസ്റ്റ് പുള്ളി എന്തോ പറയുന്നുണ്ട്, ചൈനീസ് നൂഡിൽസ് ഉണ്ടാക്കാൻ നിൽക്കുന്ന ഏതോ കുക്ക് മാതിരി ഉണ്ടെന്ന് എന്തോ ഒരു ഡയലോഗ് അടിക്കുന്നില്ലേ. അങ്ങനെ ഡയലോഗ് അടിച്ചപ്പോ ഞാൻ കമന്റ് ഇട്ട്, ഇന്ന ആളുടെ പേര്, ക്യാമിയോ ആക്കുന്ന ആളുടെ പേരിനെ അറിയാതെ ആണോ സഹോ ചുമ്മാ ആളൊന്ന് റിവ്യൂ പറയുന്നതെന്ന് പറഞ്ഞു. അതിന്റെ അടി ഒരുത്തം വന്നിട്ട് മൈയുടെ സ്പോയിലർ പറയുന്നോളാ പറഞ്ഞു തുടങ്ങി. ഞാനും അവനും കൂടെ തെറിവിളിയായി. എന്നിട്ട് ഞാൻ അവൻ ഇൻബോക്സിൽ മെസ്സേജ് അയച്ചിട്ട് ഞാൻ ചോദിച്ചു, ബ്രോയുടെ പ്രശ്നം എന്തോ, ചുമ്മാ തെറിവിളിയുന്നത്? അതല്ല ബ്രോ അല്ലേ സ്പോയിലർ പറഞ്ഞേ. ഞാൻ പറഞ്ഞു,
ബ്രോയ്ക്ക് ഈ പുള്ളിയെ അറിയാവോ? പിന്നെ അറിയാണ്ട് പിന്നെ ഞാൻ ചോദിച്ചു ഏതാ? 7-6 വില സൂര്യയുടെ വില്ലനായിട്ട് വരുന്ന പുള്ളിയല്ലേ എന്ന്. എന്റെ പൊന്നടാവേ, ഞാൻ അവിടെ അങ്ങ് തീർന്നു. ഞാൻ അണഞ്ഞവിടെ. എനിക്ക് മനസ്സിലായി ഇനി സംസാരിച്ചിട്ട് കാര്യമില്ലാന്ന്. ഞാൻ പറഞ്ഞ 7-6 വില സൂര്യയുടെ വില്ലൻ തന്നെ, എന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്, ക്ഷമിക്കണം എന്നും പറഞ്ഞ് ഞാൻ ബ്ലോക്ക് ആക്കി. എനിക്ക് അതിൽ കൂടുതലൊന്നും സംസാരിക്കാനില്ല അവന്റെ അടുത്ത്. എന്തിനാ വെറുതെ സംസാരിച്ചിട്ട്? പിന്നെ ഞാൻ അവനാരാന്ന് പറഞ്ഞിട്ട് 7-ാം മറവിലെ സൂര്യയുടെ വില്ലനല്ലേന്ന് പറയാനോ? ഞാൻ ഞാൻ അത് വായിച്ച് ചിരിച്ച് 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 എന്താ പൊന്നെ. ഞാൻ മറ്റേ പുള്ളിക്കാരെ സ്ക്രീൻ ചെയ്തപ്പോ ഞാൻ അതിന്റെ മുട്ടൻ കൈയടി. ഒരുത്തനും വേറെ ആരും കൈയടിക്കുന്ന പോലുമില്ല, ആർക്കും അറിയത്തില്ല. അണ്ണു ഹൗ അവോയ്ഡ് ഊക്ക്, ഹൗ അവോയ്ഡ് ഊക്ക് ഉണ്ടായിരുന്നാ മതി. കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ അവൻ. സത്യം. അപ്പൊ ഞാൻ പറഞ്ഞു ആ ബ്രോ അവൻ തന്നെ, എന്റെ മിസ്റ്റേക്ക് ആണ് സത്യം പറഞ്ഞ, നാളെ തന്നെ പോയി കാണണേ എന്ന് പറഞ്ഞു. സത്യം എനിക്ക് എന്തിന്റെ കേടായിരുന്നോ എന്തോ. കാരണം വാല ഇടയ്ക്ക് കളിക്കാൻ തുടങ്ങി, എന്റെ സ്ലീപ്പ് ഷെഡ്യൂൾ എല്ലാം കുളമായി. എടാ വെറുതെ എടാ, ഈ ഗെയിം കളിച്ചിട്ടൊന്നും എവിടെ എത്താനൊന്നും പോകുന്നില്ല. പണ്ടൊക്കെ ഞാൻ എന്തുവാരെന്ന് അറിയാവോ? പണ്ടൊക്കെ ഞാൻ 3 മണിക്ക് 4 മണിക്കും ഒക്കെ കഴിഞ്ഞിട്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റ് നേരെ പോയി ക്രോസ് എയർ മാറ്റുന്നു, വെടിവെക്കുന്നു, ഓപ്പ് പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ എവിടെ എത്തി എന്നിട്ട്? എവിടെ എത്തി? ഇത് കളിച്ചോണ്ടൊന്നും എവിടെ എത്താൻ പോകുന്നു. വെറുതെ നമ്മുടെ മനസ്സമ്മാനം കളയാൻ വേണ്ടി കളിക്കാം. അണ്ണു സ്പ്ലിറ്റ് ഫാക്ഷൻ ലൈവ് എന്നാ ഇനി വരുന്നത്? എടാ നാളെ വരുമായിരിക്കൂടാ. ആഗി വെൽക്കം ടു ദി സ്ട്രീം. എനിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട് കേട്ടോ. എന്റെ ഞാടി ഞരമ്പെല്ലാം പോയ കഴപ്പായിരുന്നു. എടാ വെറുതെ ആടാ ഈ ഗെയിം കളിച്ചിട്ട് എവിടെ എത്താന്ന് പോലെ, ചുമ്മാ സമാധാനത്തിന് കളിക്കാൻ നല്ലാണ്ട്. അണ്ണു നാളെ എക്സോം മൈക്രോ ആണോ? മൈക്രോ എടുത്തു. ജോക്കർ ബ്രോ വെൽക്കം ടു ദി സ്ട്രീം. ദിയ പ്രകമ്പരൻ പ്രഭാകരൻ ഹായ് ഹായടാ, ഹായ് ഹായ് ഹായ്. സിനമൺ റോളെ എന്റെ പൊന്നെടുക്കാൻ നീ ഇങ്ങനെയാണ് സ്പാം ചെയ്യാതെ ഊക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ മിണ്ടാതിരുന്നാ മതി. ഈഗിളിന്റെയും ബാബുവിന്റെയും കുറെ ആർപി ഉണ്ട്, അതിനകത്ത് ഈഗിൾ ചെയ്യുന്ന എന്തുവാണോ അതാണ് ഊക്ക് അവോയ്ഡ് ചെയ്യുന്ന മെത്തേഡ്. മിണ്ടായിരിക്കുക. ജോക്കർ അവളെ ഒന്നും മൈൻഡ് ചെയ്യല്ലേ, അവോയ്ഡ് ആക്കി വിട്. ജോക്കി ആരാ? അലൻ ഹായടാ, ഹായ് 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 ഹായ്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം, എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. സത്യം പറഞ്ഞ എമ്പുരാൻ കാരണം എനിക്ക് എന്തൊക്കെ നഷ്ടം ഉണ്ടായെന്നറിയാവോ? നാട്ടിൽ പോകേണ്ട വന്നു, 1500 രൂപ പോയി വെറുതെ. ഉണ്ടാവന്റെ വായിരിക്കുന്ന തെറിയായിട്ട്. എന്തിന്റെ ആവശ്യമായിരുന്നു എനിക്ക്? ഒരാവശ്യം ഉണ്ടായില്ല. ക്യാൻ യു സീ യുവർ വാച്ച്? എനിക്ക് എന്റെ വാച്ച് കാണാം. നീ ഇവിടെ നിന്നാൽ. ഇന്നലെ ശരത്തേട്ടൻ പറഞ്ഞതും കേട്ട് മൂവി കാണാൻ പോയി. 100% ഞാൻ അനുവദിക്കുന്നു. എടാ അല്ലേലും എന്റെ റിവ്യൂസ് അങ്ങനെയൊന്നും തെറ്റാറില്ല. സത്യം പറഞ്ഞാൽ ഞാനും ഒരു ക്യാമറയൊക്കെ എടുത്തിട്ട് ഞാൻ റിവ്യൂ പറഞ്ഞല്ലോ നാളേക്ക്. എന്ത് സുഖ പരിപാടിയല്ലേ, രാവിലെ വരിക, ക്യാമറ എടുക്കുക. പണ്ട് ഞാൻ ബ്ലോഗ്സിൽ എഴുതുമായിരുന്നു റിവ്യൂ. ഇപ്പൊ ക്യാമറ എടുക്കുക, മൂവിയുടെ ടെക്നിക്കാലിറ്റീസ് പറയാ, റിവ്യൂ പറയാ, പോവുക. നൈസ് അല്ലേ? അണ്ണാ എമ്പുരാൻ റിവ്യൂ പറ. ഞാൻ നിർത്തി മക്കളെ, ഞാൻ നിർത്തി. ഇന്നലത്തോടെ എനിക്ക് മതിയായി റിവ്യൂ പോപ്പും ഒക്കെ മതിയായി. ആൽഫി കുര്യാക്കോസ് ആടാ, ഹായ് ഹായ്. കാർലിട്ടോ സിവിയാത്തോ. ഞാൻ പ്രവചിച്ചു, ഞാൻ കറക്റ്റായിട്ട് അവന്റെ ക്യാമിയോടെ പ്രവചിച്ചു. ഞാൻ പൃഥ്വിരാജിന്റെ പോസ്റ്റിന്റെ അടി വന്നിട്ട് കമന്റ് ഇട്ടു. കൊച്ചി ഹനീഫ ഇട്ട സാധനം എവിടെ? അതവിടെ ഉണ്ടോ? അതൊക്കെ ഇട്ടോണ്ട് ലൈവ് വന്ന കോമഡി ആയിരിക്കും, അതുകൊണ്ട് ഊരി വെച്ചതാ. എന്നിട്ട് വേണം നിനക്കൊക്കെ എന്നെ കൂടെ എടുത്തിട്ട് ട്രോളാൻ. അണ്ണാ എനിക്ക് ലൈവ് ഇടാൻ ഒരു 22K PC വാങ്ങിച്ചു തരുമോ? ഉറപ്പായിട്ട്. നാളെ നീ ഫ്ലാറ്റിലോട്ട് വരണം. എന്നിട്ട് ഞാൻ നിനക്ക് കുറച്ച് പരിപാടികളൊക്കെ പറഞ്ഞുതരാം. എന്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചും ഇക്കാലത്തെക്കുറിച്ചും ഒന്ന് സംസാരിക്കാം. എന്നിട്ട് നിനക്ക് വേണോ വേണ്ടോ എന്ന് പറഞ്ഞിട്ട് നീ പോണം. ഉറപ്പായിട്ടും നാളെ നീ വരണം. എന്റെ പേരെന്തുവായിരുന്നു?
22,000 ഫിക്സ് ചെയ്യണം. അണ്ണന്റെ മന്ത്ലി സാലറി നോക്കിയാടോ ഫ്ലാറ്റിലാണോ? അതെ 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 ജോക്ക് ബ്രോ, ഫ്ലാറ്റിലാണ്. അശ്വന്ത് കൊക്ക്, ശരത്, ഹൂ ഇസ് ദ ഗോഡ് ഓഫ് ക്രിക്കറ്റ് ഇൻ യുവർ ഒപ്പീനിയൻ? ഗോഡ് ഓഫ് ക്രിക്കറ്റ് കുറെ പ്ലേയേഴ്സ് ഉണ്ട്. ലൈക്ക് കുറെ ഇഷ്ടമുള്ള കുറെ പ്ലേയേഴ്സ് ഉണ്ട്. വെറും എസ്ആർക്കെ, വെറും എസ്ആർക്കെ ടി വിയെ കയറിയതിനു ശേഷം ഗ്രൈൻഡിങ്, 3 മണിക്കൂർ ഗ്രൈൻഡിങ്, 4 മണിക്കൂർ ഗ്രൈൻഡിങ്, 5 മണിക്കൂർ ഗ്രൈൻഡിങ്. പക്ഷെ ഞാൻ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ഫ്ലാറ്റ് റെന്റ് ആണോ ഓർ ബൈ ചെയ്തതാണോ? ഞാൻ റെന്റ് കൊടുത്തിട്ട് സ്വന്തമായിട്ട് വാങ്ങിച്ച് താമസിക്കുന്ന ഫ്ലാറ്റാണിത്. മാസം MNC എന്ന് പറഞ്ഞ 4,000 രൂപയുണ്ട്, മാസം EMI എന്നും പറഞ്ഞ 40,000 രൂപ. എന്തൊരവസ്ഥയാണ് എന്തോ എനിക്കറിയൂടാ. സ്വന്തമായിട്ട് ഫ്ലാറ്റ് വാങ്ങിച്ചിട്ട് 4,000 രൂപ അങ്ങോട്ട് കൊടുക്കണം. സാലറി പറ അണ്ണ, അത് നോക്കിയിട്ട് വേണം എനിക്കൊരു ബ്ലോഗർ ആവാൻ. അങ്ങനൊന്നും പെട്ടെന്നൊന്നും പൈസ എടുത്തില്ലടാ അതിൽ കൂടെ. ആരാ റെഡ് ഡ്രാഗൺ? ഷാരൂഖ് ഖാൻ ആണോ? ഷാരൂഖ് ഖാൻ അല്ല, നിന്റെ അച്ഛൻ. സോറി, നിന്റെ നല്ല വിളിച്ച, ഷാരൂഖ് ഖാന്റെ അച്ഛൻ എന്ന് പറഞ്ഞു. ഇവിടെ സത്യം പറഞ്ഞ എനിക്കിപ്പോ ഒന്നിനും വയ്യ, ഉറക്കം. മനുഷ്യ, നിങ്ങൾക്ക് വാട്സാപ്പ് ഒന്നും നോക്കൂല? എന്റെ പൊന്ന് ജോക്കർ ബ്രോ, നിങ്ങൾ ഇപ്പൊ ഒരു മെസ്സേജ് അയക്ക്, ഞാൻ നോക്കാം. നിങ്ങൾ എനിക്ക് മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല കള്ളൻ. എടാ സത്യം പറഞ്ഞാൽ അത് വലിയ ക്യാമിയോ ഒന്നുമില്ല. എമ്പുരാൻ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ തന്നെയല്ല, സ്റ്റോറി ബിൽഡ് ചെയ്യാണ്, സ്റ്റോറി. ഇനി L3-കകത്തായിരിക്കും വിഷയം. L3 വിഷയമായിരിക്കും, L3 സീനായിരിക്കും അത് എടുക്കുന്നുണ്ടെങ്കിൽ വിഷയം. എന്റെ മുടി മുട്ടാളെ. ഇത് നല്ല രസമാണ് കേട്ടോ ഈ പരിപാടി. സൂരജ് സുഖമാടാ. വാട്ട് ഈസ് യുവർ ജോബ് എണ്ണ? എന്റെ പൊന്നു ബ്രോ, എനിക്ക് ജോലിയില്ല. സെൻഡ് മീ യുവർ ലൊക്കേഷനോ പ്ലീസ്. ജോക്കർ ബ്രോനെ ലൊക്കേഷൻ അയച്ചു തരാം. ആളെ വിട്ട് അടിക്കാൻ എങ്ങാണോ ആണ്. ഇത് ആരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നത് ബ്രോ? എടാ സത്യം പറഞ്ഞ ഒരു സിനിമയ്ക്കകത്ത് നമ്മളൊരു ക്യാമിയോ വരുന്ന സമയത്ത് എല്ലാരും കൂടെ മറ്റേ കൈ അടിച്ച് മറ്റേ ഇതൊക്കെ ആക്കത്തില്ലേ, ഒരു ഒരു എണ്ണച്ചിതാക്കത്തില്ലേ? ഇത് ക്യാമിയോ വരുന്ന സമയത്ത് ഞാനാണ് L4D. L4D എത്ര 2 നമ്പറിൽ മെസ്സേജ് അയക്കുന്നത്. ഇക്കാ ഞാൻ മെസ്സേജ് അയക്കാം. ഓ ഫുഡിനാണോ? ഉറപ്പായിട്ട് ഞാൻ ലൊക്കേഷൻ അയച്ചു. അണ്ണാ ഹെയർ ഫോൾ ഉണ്ടോ? ഐ എം ഗെറ്റിംഗ് ബ്ലാഡ്. ബ്ലാഡ് ആവൂടാ. എടാ എനിക്കും ബ്ലാഡൊന്നുമില്ല, പക്ഷെ ഈ പോക്ക് പോയ ബ്ലാഡ് ആവും. മൊത്തം മുടി പിടിച്ചതാണ്. മുട്ടയാവുന്നതിന് മുന്നേ പെണ്ണ് കെട്ടണം. പെണ്ണ് കെട്ടി കഴിഞ്ഞിട്ട് മുട്ടയായാലും പെണ്ണ് ഇട്ടിട്ട് പോകത്തില്ലല്ലോ. മുട്ടയാണെങ്കിൽ ചിലപ്പോ പെണ്ണ് കിട്ടത്തില്ലെന്നതായിരിക്കും. പക്ഷെ എന്റെ അളിയനുണ്ടല്ലോ, അങ്ങേർക്ക് മുടിയില്ല. അങ്ങേർക്ക് മുടിയില്ലാത്ത സംഭവം. അങ്ങേർക്കൊരു അളിയനൊരു കുറച്ച് മുടി ഉള്ളപ്പോഴാണ് എന്റെ ചേച്ചി കെട്ടുന്നത്. പ്രേം ചേട്ടിന്നാണേ അങ്ങനെ ചേച്ചി കെട്ടുന്നത്. അളിയന്റെ മുടി അങ്ങ് പോയി. അളിയൻ പിന്നെ ഒന്നും നോക്കിയില്ല, മുട്ടയടിച്ച്. അളിയന് കട്ട താടിയും മീശയുണ്ട്. അപ്പൊ അളിയനെ കാണാൻ കറക്റ്റ് കട്ടപ്പാണൊക്കെ ഇരിക്കും. ഞാനൊക്കെ മുട്ടയടിച്ചാൽ താടിയില്ല, മീശയില്ല. വേണ്ട. ഞാനാ ചിന്ന L4D. എടുത്ത് ആരൊക്കെയാടാ? ലൊക്കേഷൻ എന്താ ജോക്കി? എനിക്ക് കുറെ പേര് L4D ജോക്കറാന്ന് പറഞ്ഞ് മെസ്സേജ് ലൊക്കേഷൻ ചോദിക്കുന്നത്. പക്ഷെ പെണ്ണ് കെട്ടി അളിയനല്ലേ? അളിയൻ കെട്ടിയിട്ടാണ് അളിയൻ മുട്ടയടിച്ചത്. ആ ക്യാം ഒന്ന് വൈപ്പ്, ഇറ്റ്സ് ഫോഗി. എന്തൊരു കഷ്ടമാണ് നിങ്ങളെ കൊണ്ടൊക്കെ. ഇവിടെ എണ്ണിക്കാൻ വയ്യ മനുഷ്യന്. ടീഷർട്ടൊക്കെ പൊക്കിയാണ് തുറക്കുന്നത്. ഒരു മിനിറ്റ്.
സോറി കേട്ടോ, എന്റെ കുറച്ച് സാധനങ്ങളാണുണ്ട്. എടാ പക്ഷെ എനിക്ക് നല്ല പുരികം ഉണ്ടടാ. ചേച്ചിയുടെ നെയിം എന്താണോ? ചേച്ചിയുടെ നെയിം ശരണ്യ. എടാ അവർക്ക് ആർക്കും ഞാൻ സ്ട്രീമറാന്ന് അറിയത്തില്ലടാ. അതാണ് കോമഡി. ആലോചിച്ച് നോക്കൂ, ഞാൻ ഈ 11-16 ആയപ്പോഴല്ലോ തുടങ്ങിയ. അൻസാർ ബ്രോ, വെൽക്കം ടു ദി സ്ട്രീം. താങ്ക് യു ഫോർ 100 റുപ്പീസ് സൂപ്പർ ചാറ്റ്. ഹൗസ് ഇറ്റ് ഗോയിങ്? ഹോപ്പ് യു ഫൈൻ ആൻഡ് വെൽ. കഴുത്തൊഴിച്ച് ബാക്കി എല്ലാം ഫൈനാണ്. കഴുത്തിന് മാത്രമേ കുറച്ച് പ്രശ്നമുള്ളൂ, ബാക്കി എല്ലാം കംപ്ലീറ്റ്ലി ഫൈൻ. 144 മാറ്റി 1080 ആക്കടാ മോനെ. അതെന്തുവാ? ഒരു വിൻഡീസൽ ലുക്ക് പിടിക്ക് ചെറുതേട്ടാ. എടാ വിൻഡീസലിനെ ലുക്ക് പിടിച്ചാൽ അങ്ങനെ മോഹം ചെറുതാ. എന്റെ മുഖം ഉണ്ടല്ലോ, നിങ്ങൾ കാണുന്നതൊന്നുമില്ല, ഇത്രയും ഉണ്ട് എന്റെ മുഖം. ഇത്രയും വലുതാ എന്റെ മുഖം. അമ്മുമ്മയ്ക്കേലും അറിയാവോ സ്ട്രീമറാന്ന്? ഇല്ല, അമ്മുമ്മയ്ക്കൊന്നും അറിയത്തില്ല. അമ്മയ്ക്ക് ഈഗിളിനെയൊക്കെ അറിയാം, ആരൊക്കെ സ്ട്രീമറാന്ന് അറിയാം, പക്ഷെ ഞാൻ സ്ട്രീമറാന്ന് അറിഞ്ഞു. ആശിഷ് ബ്രോ, വെൽക്കം ടു ദി സ്ട്രീം. വെൽക്കം ടു ദി സ്ട്രീം. ഹലോ, ഹായ് അണ്ണാ. ഞാൻ എമ്പുലാനൊരു കാമിയോ ഒരു ഫോമിലുണ്ട്. ഇനി ഒരു വണം കൂടെ നിങ്ങൾ സംസാരിച്ചാൽ നിന്നെ ഞാൻ ടൈം ഔട്ട് ചെയ്തു തരും. സീരിയസ് ഞാൻ പറയുക, എനിക്ക് എമ്പുരാനെ കുറിച്ച് സംസാരിക്കണ്ട. എനിക്ക് ഇന്നലത്തോളം മനസ്സിലായി, എനിക്ക് ഇന്നലത്തോളം മതിയായി. അണ്ണാ +2 ഊമ്പി ഞാൻ വല്ല പണിക്കും പോവാണ്. നല്ലൊരു തീരുമാനം. ലവ് യു ഉണ്ട്. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. ലൂസിഫറെ ഹാപ്പി ബർത്ത്ഡേ മോനെ, ഹാപ്പി ബർത്ത്ഡേ. മൈൻക്രാഫ്റ്റ് കളിച്ചിട്ടുണ്ടോ? ഇല്ല, മൈൻക്രാഫ്റ്റ് കളിച്ചിട്ടില്ല. അത് അല്ല, ഫോഗ് ആണെന്ന് പറഞ്ഞവനോട് പറഞ്ഞയാ. ഹെൽത്ത് ഒക്കെ എടാ, എനിക്ക് ഹെൽത്ത് വൈസ് ഒരു കുഴപ്പമില്ല. ഹെൽത്ത് വൈസ് ഐം കംപ്ലീറ്റ്ലി ഫൈൻ. എന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഇത് കണ്ടോ, ഇത് നീരാണ് ആക്ച്വലി ഈ കഴുത്തി. എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ പറ്റത്തില്ല. അപ്പൊ ശരിക്കും നീ അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്ലേ തിരിഞ്ഞേന്ന്? ഐ മീൻ ഫുള്ളായിട്ട് തിരിയാൻ പറ്റത്തില്ല. അണ്ണാ ഇന്നത്തെ സരക്കന്റെ സ്ട്രീം കണ്ടു, ഭയങ്കര ഫീലായി, കരച്ചിലൊക്കെ വന്ന്. എന്ത് ഗെയിമിൽ ഇത് നേടിയിട്ട് ചോദിക്കുന്നത് നിങ്ങൾ കാണിച്ചു കൊടുക്കാമല്ലോ. ഇതൊക്കെ ശരിക്കും കുശുമ്പ് തോന്നിപ്പോയി. ഞാൻ അവന്റെ സ്ട്രീം കണ്ടില്ല ലിറ്ററലി. എന്തുവാ ഞാൻ ചെന്ന് കെട്ടിപ്പിടിച്ചാണോ? ഞാൻ ഇങ്ങനെ വയ്യായിരുന്നു എനിക്ക് ഒട്ടും. എന്നിട്ടും അവനൊരു സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് കെട്ടിപ്പിടിക്കാൻ പോയതാ ഞാൻ. അവനൊരു അരിഞ്ഞാണോ അത് കെട്ടി കൊടുത്തായിരുന്നു ഞാൻ. ഫേസ് ക്യാമിൽ കണ്ടില്ല, അത് കൊടുത്തിട്ടുണ്ട്. അണ്ണാ ജിമ്മിൽ പോകാൻ ഒരു 1000 തരുമോ? പറ്റത്തില്ല. നിന്റെ ശരീരം പുഷ്ടി പിടിച്ചിട്ട് എനിക്ക് വല്ല നേട്ടമൊന്നുമില്ല. ഞാൻ തന്നെ വെറുതെ നിനക്ക് 1000 തരുന്നേ. ബ്ലൈൻഡ് ഡിവോഴ്സ് ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ? അവൻ എവിടാന്ന് പോലും അറിയത്തില്ല സീരിയസ്ലി. അണ്ണാ പ്രോട്ടീൻ പൗഡർ എടുക്കാറുണ്ടോ? അണ്ണാ ആരും ഹാപ്പി. ഭയങ്കര ഹാപ്പിയാണ്. എടാ എന്റെ സിനിമൻ റോളെ, നിന്റെ പ്രശ്നം എന്താണെടാ? നിന്റെ പ്രശ്നം അണ്ണു, ഞാൻ വന്നു, എന്നെ ഒന്ന് മൂവാക്കുമ്പോ പ്ലീസ്. അജിത് ബ്രോ, താങ്ക് യു ഫോർ ദി 40 റുപ്പീസ് സൂപ്പർ ചാറ്റ്. ഫ്രാൻസിന്റെ കുട്ട, വെൽക്കം ടു സ്ട്രീറ്റ്. നീ അങ്ങനെ ജിമ്മിൽ പോവണ്ടോ ഗൈസ്? നിങ്ങൾക്ക് എന്തൊക്കെയാണ് വാലോ കളിക്കണ്ട്? ആ മൈൻഡോട് ഞാൻ പറഞ്ഞു എന്നെ വിളിക്കണേന്ന്. കഴുത്ത് എന്നാ പറ്റിയണ്ണു? എടാ ഞാനൊന്ന് കുനിഞ്ഞിട്ടൊരു സാധനം എടുത്തേടാ. അപ്പൊ എന്റെ ജോക്കിക്ക് വേണ്ടി ഒരു വീഡിയോ സെറ്റ് ആക്കിയിട്ടുണ്ട് ഒരാൾ. ആരാ? കല്യാണം ഒക്കെ എന്തായി? മാമനായിരുന്നു എന്റെ ഫിസിയോതെറാപ്പിസ്റ്റ് ഇന്നലെ. അവൻ മറ്റേ മൂവ് ഇട്ടൊരു പിടി പിടിച്ചിട്ട്. എടാ ഡ്രീമർ എന്ത് ചെയ്യടാ? ഡ്രീമർ ഒന്നും ഇല്ലടാ. ഡ്രീമറൊക്കെ എവിടെ പോയി? ഡിസ്കോഡിൽ പോലും ഇല്ല. വാലോ കളിക്കണോ ഗൈസ്? വാലോ. നിങ്ങൾ എന്റെ ഓഫ് ഷോട്ടുകളൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? ഇത് ഞാൻ ഇങ്ങനെ ചെറുതാക്കി വെച്ചാ എനിക്ക് കാണാൻ പറ്റൂ. എനിക്ക് എന്റെ ക്യാമറ ഇവിടെ ഇരിക്കുന്നത് അതാകുമ്പോ എനിക്ക് കാണാം. പക്ഷെ ചാറ്റ് വായിക്കാൻ പറ്റത്തില്ല. നെക്ക് ബെൽറ്റ് ഇടേണ്ടി വരുമോ? നെക്ക് ബെൽറ്റ് ഒക്കെ എടി ബോഡി. അവന്റെ അന്നാരെ എഴുതിക്കൊണ്ടിടും, അവന്റെ എഴുതേ. അല്ലോ ഷീസ് അഗസ്റ്റിൻ, ഹേയ് ജോക്കി, ഹായ്ഡാ ഹായ്. കല്യാണം ഗേൾഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ടൈമോട് വാലോ കളിക്കണം വേണ്ട. കാരണം പക്ഷെ എനിക്ക് വാലോ കളിക്കാൻ പറ്റത്തില്ല, ഭയങ്കര പാടാണ് കിട്ടുന്നത്. മനസ്സിലായോ? അണ്ണ സംസാരിച്ചാ മതി, അണ്ണ സിറ്റി കയറി. നിങ്ങടൊക്കെ പ്രശ്നം എന്താടാ? എനേബിൾ ഓട്ടോ അപ്ഡേറ്റ്, ഡൗൺലോഡിങ് ആൻഡ് ഇൻസ്റ്റാളിങ്. ഭയങ്കര വെട്ടമല്ലേ?
അജിത് ബ്രോ താങ്ക് യു ഫോർ ദ 40 സൂപ്പർ ചാറ്റ് അഗൈൻ. അണ്ണു പ്ലീസ് മോഡ് ആക്കുമ്പോ ഞാൻ ആക്റ്റീവാ. അണ്ണുവിന്റെ ന്യൂസ് എന്റെ പൊന്നു മോനെ, നിനക്ക് ഇഷ്ടമുള്ളത് എടുക്കടാ, ഇഷ്ടമുള്ളത് എടുത്തിട്ടാ. ഞാൻ എന്തിനാടാ സജസ്റ്റ് ചെയ്യുന്നേ? ബ്ലൈൻഡ് BGMI ലൈനപ്പ് എടുക്കുമ്പോൾ നമ്മൾ സ്കൈയുടെ ഒരു ടൂർണമെന്റ് വരുന്നുണ്ട്. മോസ്റ്റ്ലി അതിനകത്ത് നമ്മൾ ബ്ലൈൻഡ് ചിലപ്പം BGMI കളിച്ചിട്ടുണ്ടെന്ന് വരും. ടോക്സ് ആർ ഓൺ അറിയത്തില്ല, നോക്കണം.